ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഡെക്കാത്തലോണിന്റെ ബിറ്റ്വീൻ റിവേഴ്സൈഡ് 500 ബൈക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന ബൈക്ക്. ഈ ഒരു ബൈക്കിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോണേ. ആദ്യമായിട്ട് പറയാനാണെങ്കിൽ ഈ ഒരു ബൈക്ക് ഹൈബ്രിഡ് സൈക്കിളാണ്. ഹൈബ്രിഡ് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗട്ടറുള്ള വഴി കൂടെ ചവിട്ടാം. ഒരുപാട് കുന്നും മലയല്ല, അത്യാവശ്യം ഗട്ടറുള്ള വഴി കൂടെ ചവിട്ടാം. അതേപോലെ തന്നെ നല്ല റോട്ടിൽ സ്പീഡിൽ പോകാൻ പറ്റും. അതാണ് ഹൈബ്രിഡ് സൈക്കിളിന്റെ പ്രത്യേകത. ഇനി സൈക്കിളിന് അലുമിനിയം ഫ്രെയിം വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അത്രയും വെയിറ്റ് കുറവാണ്. ഇതിന്റെ ഫോർക്ക് സസ്പെൻഷൻ വരുന്ന ഫോർക്കാണ്. ഇതിന്റെ സാഡിലിനെ കുറിച്ച് പറയാനാണെങ്കിൽ എർഗോഫിറ്റ് സ്റ്റൈൽ സാഡിലാണ് വരുന്നത്. ഒരു നാരോ ഷേപ്പ് ആയിട്ടുള്ള സാഡിലാണ്. ഷോർട്സ് ഉപയോഗിച്ചാലാണ് നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഷോർട്സ് ഉപയോഗിക്കാണ്ട് ഈ ഒരു ബൈക്കിന് നമുക്ക് കംഫർട്ട് ഇല്ല, സാഡിലിന്റെ ഒരു കംഫർട്ട് ഇല്ല. പക്ഷെ പെർഫോമൻസ് ഉണ്ട്. നല്ല സാഡിലാണ്, നമുക്ക് സ്പീഡിൽ പോകാനായിട്ട് നല്ല പെർഫോമൻസ് ഉള്ള സാഡിലാന്ന് ഞാൻ പറയും. ഇനി ഒരു ബൈക്കിന്റെ മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, ഈ ഒരു ബൈക്കിന്റെ സാഡിലിന്റെ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ നമുക്ക് ക്യുക്ക് റിലീസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്കും ടയർ ഊരാനായിട്ടും ക്യുക്ക് റിലീസ് ഉണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയാം. ഹാൻഡിൽ പറയാനാണെങ്കിൽ നമുക്ക് നല്ല അപ്രൈറ്റ് പോസ്റ്റർ, ഇപ്പം ഞാൻ ഇരിക്കുന്ന ഒരു നേരെയുള്ളൊരു പോസ്റ്റർ തരുന്ന ഒരു ഹാൻഡിൽ ബാറാണ് വരുന്നത്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി മൊത്തത്തിൽ ഈ ഒരു സൈക്കിളിന്റെ ലുക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു സൈക്കിളിന്റെ ഫംഗ്ഷൻ്റെതായ ലുക്ക് വരുന്നുള്ളൊരു ഗ്രേറ്റ് ലുക്ക് എന്ന് പറയാനില്ല, പക്ഷെ കാണാനൊന്നും തെറ്റില്ല, ആരും മോശമൊന്നും പറയില്ല. എനിക്ക് ആദ്യം മേടിച്ചപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ ഇത് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ഈ ഒരു ബൈക്കിന്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി ബൈക്കാണെങ്കിലും ബിൽഡ് ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം. ഇനി ഇതിന്റെ ഡ്രൈവ് ട്രെയിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഷിഫ്റ്റർ വരുന്നത് മൈക്രോ ഷിഫ്റ്റ് ആണ് വരുന്നത്. ഡീറെയിലർ വരുന്നത് ബിറ്റ്വീൻ്റെ ഒരു ഡീറെയിലറാണ്. മൊത്തത്തിൽ ഷിഫ്റ്റിങ്ങിനൊന്നും യാതൊരു ലാഗില്ല. 1x9 സ്പീഡാണ് ഗിയർ വരുന്നത്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ക്രാങ്ക് വരുന്നത്, ക്രാങ്കിന്റെ ചെയിൻ റിങ് വരുന്നത് 36 ആണ്. 36 പല്ലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡിൽ പോകാനായിട്ട് നമ്മൾ റോഡ് ബൈക്ക് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു ബൈക്ക് ചവിട്ടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു റെസ്പോൺസ് കുറവ്, സ്പീഡ് കുറവ് തോന്നും. 36 പല്ലല്ലേ വരുന്നുള്ളൂ. അപ്പോൾ 36 പല്ലാണ് വരുന്നത്. ഈ ബൈക്കിന്റെ ബ്രേക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രോമാക്സിന്റെ ഓൾ വെതർ ഡിസ്ക് ബ്രേക്ക് വരുന്നത്. നിലവിലെ പെർഫോമൻസിൽ നമുക്ക് മഴയത്തും ആ ഒരു പെർഫോമൻസ് കിട്ടും. പക്ഷെ ഈ ഒരു ഡിസ്ക് ബ്രേക്ക് ഒരു എൻട്രി ലെവൽ ബൈക്ക് ആയതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഇല്ല. റിം ബ്രേക്ക് ആയിരുന്നു ഇതിലും നല്ലത്. ടയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ 38 mm വൈഡ് ടയർ വരുന്നുണ്ട്. 75 PSI ആണ് മാക്സിമം നമുക്ക് കപ്പാസിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് 75 PSI അടിക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് പോവാം. അതേപോലെ തന്നെ ഇതിന്റെ വീല് വരുന്നത് ഡബിൾ വാൾഡ് വീല് വരുന്നത്. അതുകൊണ്ട് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് സൈക്കിളിന്റെ ടയറിനും വീലിനും. ഈ ഒരു വീഡിയോന്റെ കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ സൈക്കിള് എൻ്റെ അനിയത്തിക്ക് മേടിച്ച സൈക്കിളാണ്. ഉപയോഗിക്കണത് അനിയത്തിയും അപ്പച്ചനും ഞാൻ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഈ ക്യുക്ക് റിലീസ് ഉള്ളതുകൊണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് സുഖമായിട്ട് ഉപയോഗിക്കാനാണ്. അപ്പൊ ഞാനും അച്ഛനും അമ്മയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അച്ഛനാണ്. ഷട്ടിൽ കളിക്കാൻ പോകുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദൂരമാണ് ഈ സൈക്കിൾ ചവിട്ടാറുള്ളൂ. അപ്പോൾ ഈ ഒരു സൈക്കിൾ നമ്മൾ മേടിക്കാൻ പോവാണെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഡെയിലി ഷട്ടിൽ കളിക്കാൻ പോകാൻ, അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ, അല്ലെങ്കിൽ കവലയ്ക്ക് പോകാൻ, അങ്ങനെയുള്ള പർപ്പസിനാണെങ്കിൽ ഈ ഒരു സൈക്കിൾ നല്ല രസമാണ്. സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും ഈ ഒരു സൈക്കിൾ ഉപയോഗിക്കാനായിട്ട്. അതല്ല നിങ്ങൾക്ക് നല്ല സ്പീഡിൽ പോകണം, ദൂരം പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, പെട്ടെന്ന് പോയി ദൂരം പോകണം എന്നുണ്ടെങ്കിൽ റോഡ് ബൈക്കാണ് വാങ്ങേണ്ടത്. ഇനി ഈ ഒരു സൈക്കിളിന്റെ വില വരുന്നത് 20,000 രൂപയാണ്. നമുക്ക് 13,000 രൂപയ്ക്ക് റിവേഴ്സൈഡ് 120 ബൈക്ക് കിട്ടും. അപ്പൊ നമ്മൾ രണ്ടും കമ്പയർ ചെയ്തിട്ട് വേണം മേടിക്കാനായിട്ട്. ഇതിന് 7,000 രൂപ കൂടുതലുള്ളതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ അലുമിനിയം ഫ്രെയിം ഉണ്ട്, 120ക്ക് സ്റ്റീൽ ഫ്രെയിമാണ് വരുന്നത്, സസ്പെൻഷനുള്ള ഫോർക്ക് വരുന്നുണ്ട്, ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഇത് മൂന്നും ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. സസ്പെൻഷനുള്ള ഫോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ കുന്നും മലയൊന്നും ഈ സൈക്കിൾ കൊണ്ട് പോകാൻ പോണില്ല. അപ്പൊ നമുക്ക് ഫോർക്കിന്റെ ആവശ്യമില്ല. മാത്രമല്ല ഈ ഫോർക്ക് സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്പീഡിന്റെ റെസ്പോൺസിനെ അത് ബാധിക്കും. പിന്നെ ഡിസ്ക് ബ്രേക്ക് ഇതിന്റെ പെർഫോമൻസ് മോശമാണ്. പിന്നെ ഊരാനും പിടിക്കാനൊക്കെ നമ്മൾ ഡിസ്ക് ബ്രേക്ക് പാടാണ്. നല്ലത് റിം ബ്രേക്ക് തന്നെയാണ്, പെർഫോമൻസും കൂടും, നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിനും ചെയ്യാം. അപ്പോൾ ആ ഒരു 3 ഫീച്ചർ നമ്മൾ 7,000 കൂടുതലെടുത്ത് ഈ ഒരു ബൈക്ക് മേടിക്കണമെന്ന് ഞാൻ പറയില്ല. 120 മേടിച്ചാൽ മതി. ഇനി നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട വേറെ ബ്രാൻഡ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണ്ട്ര, ഫയർഫോഴ്സ്, പിന്നെ ക്രാഡിയാക്ക്, ഈ 3 ബ്രാൻഡിന്റെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ്, അവർക്ക് ഒരുപാട് മോഡലുണ്ട്. അതുകൊണ്ട് ഏത് മോഡലാണെന്ന് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയിട്ടുള്ളൊരു പറഞ്ഞ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ബൈക്കും വരുന്നുണ്ട്. അതല്ല ഡെക്കാത്തലോണിന്റെ ബൈക്കാണെങ്കിൽ നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. ഡെക്കാത്തലോൺ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ.